കഴിഞ്ഞ തവണ നമുക്കറിയാം ക്രമാതീതമായി ഉത്തർപ്രദേശിൽ സീറ്റുകൾ BJPക്ക് കുറഞ്ഞിരുന്നു. അത് പക്ഷേ കൃത്യമായി ടാലി ചെയ്തത് പശ്ചിമ ബംഗാളിൽ നിന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ സീറ്റുകൾ അധികം പിടിച്ചുകൊണ്ടാണ്. എന്നാൽ ഇക്കുറി ഉത്തർപ്രദേശിൽ ഏകദേശം 40ഓളം സീറ്റുകൾ അവർക്ക് നഷ്ടമായേക്കും എന്നുള്ള കണക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ തവണ 62 ആണെങ്കിൽ ഇത്തവണ 40 സീറ്റ് പോലും കഷ്ടിച്ചേ കടക്കുകയുള്ളൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്കറിയാം 2009 കേവലം 10 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ഉത്തർപ്രദേശിൽ നിന്നും BJP കരസ്ഥമാക്കിയതെങ്കിൽ 2014 അത് 71, 2019 അത് 62 എന്നാൽ ഇക്കുറി 2024 ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ യോഗിയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മോദിയുടെ കൃത്യമായിട്ടുള്ള വർഗീയ ധ്രുവീകരണമോ ഒരു രീതിയിലും യേശില്ല എന്ന രീതിയിലേക്കാണ് അഖിലേഷ് യാദവ് പ്ലാനിങ് ശക്തമാക്കിയിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൃത്യമായി തന്നെ പല ഇക്വേഷനുകളിലേക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. മായാവതിയുടെ പാർട്ടി BJPയുമായി സഖ്യത്തിലേക്ക് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും സഖ്യത്തിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പിടി മുന്നേ സമാജ്വാദി പാർട്ടി നീങ്ങിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള മുൻകരുതലാണ് സമാജ്വാദി പാർട്ടി എടുത്തിരിക്കുന്നത്. നേതാക്കൾക്ക് എല്ലാം തന്നെ കൃത്യമായി അവരവരുടേതായ മണ്ഡലങ്ങൾ രൂപപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അഖിലേഷ് യാദവ് ഒരു വലിയ രീതിയിലുള്ള മാറ്റം സൃഷ്ടിച്ചെടുക്കുകയാണ്. രാഹുൽ ഗാന്ധി അമേഠിയിൽ തന്നെ മത്സരിക്കണം എന്നും അദ്ദേഹം ഒരു വേറിട്ട മനുഷ്യനാണ്, ഈ രാഷ്ട്രീയത്തിനകത്ത് രാഹുൽ യുഗം എന്നത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അഖിലേഷ് യാദവിന്റെ പ്രസ്താവന. അഖിലേഷ് യാദവിന്റെ ഓരോ വാക്കുകളും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു സമ്മാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തി കേന്ദ്രമായി അഖിലേഷ് യാദവും അദ്ദേഹത്തിന്റെ സമാജ്വാദി പാർട്ടിയും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മല്ലികാർജുൻ ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം, KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം, മൊത്തം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി പകരുന്ന ഒരു കാര്യം തന്നെയാണ്.